പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഈ ഒരു പുതുവത്സരത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ പുതിയ നോട്ടിഫിക്കേഷനുമായി വരികയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. ഓഡിറ്റർ മേഖല ആയിക്കോട്ടെ, ഇൻസ്പെക്ടർ മേഖല ആയിക്കോട്ടെ, രജിസ്ട്രാർ തസ്തിക വരെ എത്തുന്ന നല്ലൊരു ഗ്ലാമർ പോസ്റ്റാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അവസരം ഞങ്ങളുടെ സ്ഥാപനം കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ് ഒരുക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ CSEB പരീക്ഷകൾക്ക് ഇത്രയധികം വിജയം നേടിയ മറ്റൊരു സ്ഥാപനം കേരളത്തിൽ ഉണ്ടാവുകയില്ല. കാരണം ഞങ്ങൾ മുഴുവനായിട്ട് സിലബസ് കവർ ചെയ്യുന്നു. പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ഞങ്ങളുടെ കീഴിലുള്ളത്. ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ പഠിക്കാനായിട്ടുള്ള മെറ്റീരിയലുകൾ, ഓൺലൈൻ ബാച്ചുകൾ, കൃത്യസമയത്തുള്ള പോർഷൻ തീർക്കുന്ന വ്യവസ്ഥ, മത്സര പരീക്ഷകൾക്ക് അനുസൃതമായിട്ടുള്ള ഓൺലൈൻ മാതൃകാ പരീക്ഷകൾ, ഇതെല്ലാം ഞങ്ങളുടെ കോച്ചിങ്ങിന്റെ സവിശേഷതകളാണ്. അപ്പോൾ ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷ ഈ വർഷം നടക്കും. ആ ഒരു പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് നേടി വിജയിക്കാനും ജോലി ലഭിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ വിജയം ഇന്ന് തന്നെ ഉറപ്പാക്കാൻ നിങ്ങൾ ഉടനെ തന്നെ ബന്ധപ്പെടുക. ഓക്കെ, നമുക്കിനി നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാം. ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 2018 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. കാറ്റഗറി നമ്പർ 237/2018. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡിസംബർ 2018 ഇതിന്റെ പരീക്ഷാ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 2019 വരെ ഉണ്ടായിരുന്നു. അതിന് അനുസൃതമായിട്ട് ഫെബ്രുവരി മാസം 2020 എക്സാം നടന്നു. ആ എക്സാമിനെ ആസ്പദമാക്കി 21/10/2021 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ആ റാങ്ക് ലിസ്റ്റ് 2024 ഒക്ടോബർ മാസം 21 ക്യാൻസൽ ആവും. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇതിന്റെ പരീക്ഷ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തും. അപ്പൊ അതിനകത്തേക്കാണ് ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 21/10/2021 അപ്പൊ ഇനി ഒരു 10 മാസം കൂടി നിലവിലെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എക്സ്പയർ ആവും. നിലവിലെ റാങ്ക് ലിസ്റ്റില് 313 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. അവസാനത്തെ അഡ്വൈസ് ഡിസംബർ മാസം നമ്മൾ പരിശോധിക്കുമ്പോൾ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 4/12/2023 ഓപ്പൺ കാറ്റഗറിയിൽ 237 റാങ്ക് 237 വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. ഈഴവ കാറ്റഗറിയിൽ 236 വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. SC ST നോക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വരെ ആളെ എടുത്തിട്ടുണ്ട്. കാരണം സപ്ലി 16 6 വരെ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി 343 വരെ പോയിട്ടുണ്ട്. ലാറ്റിൻ കത്തോലിക്ക 361, OBC 228, വിശ്വകർമ്മ 234, SIUC നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ 1ാം റാങ്ക് വരെ പോയിട്ടുണ്ട്. ഹിന്ദു നാടാർ 385, SCCC സപ്ലിമെന്ററി 3, ധീവര 260, LV 6, HI 19, LDCP 3. അപ്പൊ അങ്ങനെ ഇത്രയും പേർക്ക് 313 പേർക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്നും ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിൽ ഇത്രയും പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസൃതമായി തന്നെ ഇനിയുള്ള നോട്ടിഫിക്കേഷനിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഈ റാങ്ക് ലിസ്റ്റ് കാണിക്കുന്നത്. നിലവിലെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 73.67 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഈ ഒരു കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ 400 പേരാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ ലിസ്റ്റിൽ നിലവിലുള്ള ലിസ്റ്റ് ഇനി 10 മാസം കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ 313 പേർക്ക് ഇതുവരെ ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ 313 പേർക്ക് ജോലി ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രയും പേർക്ക് ജോലി ലഭിച്ചൊരു തസ്തികയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ആ സാലറി സ്കെയിലും നിങ്ങൾ കണ്ടതാണ്. അപ്പോ ഇതിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള വിഷയങ്ങൾ സിലബസിൽ 3 വിഷയങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. കോർപ്പറേഷൻ, ബാങ്കിങ്, അതുപോലെ തന്നെ
IT ആൻഡ് സൈബർ ലോ. അപ്പൊ ഈ പറയുന്ന 3 വിഷയങ്ങളായിരുന്നു 2018 വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം 2020 ഫെബ്രുവരി മാസം നടന്ന പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങളുടെ കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ് നല്ലൊരു തീവ്ര പരിശീലനം തന്നെ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ പരിമിതമായിട്ടുള്ള ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഓരോ വിദ്യാർത്ഥിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ ആവശ്യമാണ്. കാരണം ഇത്രയും മാർക്ക് നേടേണ്ടതാണ്, നന്നായി പഠിക്കേണ്ടതാണ്. 6 മുതൽ 8 മാസം വരെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാലയളവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേകം ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തന്നെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്റർവ്യൂമായിട്ട് പറയുകയാണെങ്കിൽ ഇന്റർവ്യൂവിന്റെ ഫുൾ സപ്പോർട്ട്, ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂവിന് വരാൻ സാധ്യത, അതുമായി ബന്ധപ്പെട്ട് മോക്ക് ഇന്റർവ്യൂ തന്നെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ആ മേഖലയിൽ ഉണ്ടാവുന്നതാണ്. മാത്രമല്ല നമ്മളുടെ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിലാണ് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഈ ഒരു സർവീസ് നൽകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. താങ്ക് യു.